ഈ അവസാന അഭിമുഖം കാണുമ്പോഴേക്കും നിങ്ങൾക്കൊരു ചെറിയൊരു തോന്നി കാണും, പുള്ളിക്ക് എന്തോ വിഷമമുള്ളതുപോലെയെന്ന്. അത് ചിലപ്പോൾ നമ്മൾ തോന്നലായിരിക്കാം, ചിലപ്പോൾ ഉള്ളതായിരിക്കാം, എല്ലാം നമുക്കറിയില്ല. ബട്ട് ഒരു കാര്യമുണ്ട്, ലോകത്തിലെ ഏറ്റവും ശക്തർ മനുഷ്യന്മാരാണ്, അതുപോലെ ഏറ്റവും ബലഹീനരും മനുഷ്യന്മാരാണ്. CJ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആൻഡ് ബിഗ് ബോസിൻ്റെ മെയിൻ സ്പോൺസർഷിപ്പും പുള്ളിയുടെ കയ്യിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ പുള്ളിയുടെ ബാംഗ്ലൂർ ഓഫീസിൽ വെച്ച് ഒരു IT റെയ്ഡ് നടത്തുകയുണ്ടായി. സംഭവം കുറച്ച് നാളിന് മുമ്പും ഈ റെയ്ഡും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണമായിട്ടുള്ള റെയ്ഡാണ് ഇതും. IT റെയ്ഡും കാര്യങ്ങളും ഉണ്ടായി. അപ്പോൾ 1 മണിക്കൂറോളം ചോദ്യവും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം അവിടെ ആ ഓഫീസേഴ്സുള്ള ആ ഒരു ഓഫീസിൽ വെച്ച് തന്നെ അവിടെ അപ്പോൾ IT റെയ്ഡിൽ വന്ന ആ ഓഫീസേഴ്സുള്ള ടൈമിൽ തന്നെ തൻ്റെ അടുത്തുള്ള ഒരു റിവോൾവർ തോക്കുപയോഗിച്ച് വെടിയുതിർത്ത് മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പലരും പറയുന്നത്, അല്ലെങ്കിൽ അറിയാവുന്ന എല്ലാവരും പറയുന്നത്, പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാണ്, ഒരിക്കലും മൈൻഡ് സ്ട്രെങ്ത് കളയില്ല എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒന്നും ഇട്ടിരിക്കുന്നു എന്ന് വരെ പറയുന്നുണ്ട്. ബട്ട് മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചിന്തിക്കാം, മറിയാം. ഇപ്പോൾ നമ്മൾ മുമ്പ് എപ്പോഴും എല്ലാവരോടും സംസാരിക്കുന്ന പോലെ കാശല്ല വലുത്, കാശിനേക്കാളും പലതും ഉണ്ട്, സമാധാനം, ഉറക്കം, അങ്ങനെയൊക്കെ. പണവും വേണം, പണം ഇല്ലാതെയും നടക്കില്ല. എന്നിരുന്നാലും ചില സമയങ്ങളിൽ എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ സ്വാഭാവികമായിട്ട് സ്വതചിന്തയോടെ അവരായിട്ട് തന്നെ മരിക്കാൻ പോകുന്നതെന്ന് നമ്മൾക്കൊരു തോന്നൽ നമ്മൾ തന്നെ തോന്നിയിട്ടുണ്ടാവും നമ്മളുടെ മനസ്സിൽ. കാരണം ഇനിയും സമയം നമുക്ക് ഒരുപാട് ജീവിതം ഉണ്ടായിരുന്നിട്ടും ആ ഒരു പർട്ടിക്കുലർ ടൈമിന് മുന്നേ നമ്മളെ ഒരു ഡിസിഷനായിട്ട് എടുത്തിട്ട് ആ ഒരു ജീവിതം കഴിച്ചലാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം, അത്രയ്ക്കും അദ്ദേഹം എന്തുമാത്രം വിഷമിച്ചിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തതെന്ന് അറിയില്ല. തുടർ അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പും അല്ലെങ്കിൽ IT റൈഡിന് വന്നവരും ഇതുമായിട്ടുള്ള തുടർ അന്വേഷണ ക്രമീകരണം കാര്യങ്ങളും തീർച്ചയായിട്ടും മാധ്യമങ്ങളിലും പത്രസമ്മേളനങ്ങളിലും മറ്റ് മീഡിയസും കാര്യങ്ങളിലും കൊടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നുള്ളത് തികച്ചും അദ്ദേഹത്തെ അറിയാവുന്നവർക്കും അല്ല നമ്മളെ ചെറിയ തോതിൽ അറിയാവുന്നവർക്കും എല്ലാവർക്കും. കാരണം അത്രയ്ക്കും ഒരു വലിയ ആൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആണെന്ന് ആൾക്കാരൊക്കെ പറയുന്ന ഒരാൾ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്.